എന്താ ഇത്ര ആലോചന? ഏയ് ഒന്നുമില്ല. അതല്ല, എന്തോ ഉണ്ട്. ബൈ ദ പീപ്പിളിനെ പിടിക്കുന്നതിനെ പറ്റിയാണോ? ബൈ ദ പീപ്പിൾ അല്ല, അവരെക്കാൾ എത്രയോ വലിയ കൊമ്പന്മാരെ പിടിക്കുന്നതിനെ പറ്റി. വരുന്ന വെള്ളിയാഴ്ച, അതായത് 13-ാം തീയതി, രാജൻ മാത്യു ഒറ്റയ്ക്ക് പുറത്തു പോകുന്നുണ്ട്. വേണ്ട, ഇപ്പൊ തന്നെ മനുഷ്യന് ഒരു സമാധാനമില്ല. ഇനി കൊമ്പനെയും പിടിക്കണ്ട, വമ്പനെയും പിടിക്കണ്ട. അങ്കമാലിയിൽ ഒരു ബന്ധുവിന്റെ കല്യാണത്തിന് ഒരു ടാക്സിയിൽ പോലീസ് അകമ്പടി ഇല്ലാതെ. ഇല്ല സോഫി, പോകരുതെന്ന് നീ മനസ്സ് നൊന്ത് പറഞ്ഞാൽ ഞാൻ എങ്ങും പോയില്ല. പക്ഷേ അവരെ തളച്ചില്ലെങ്കിൽ അവർ ഈ രാജ്യം കഷ്ണം കഷ്ണമാക്കി വിൽക്കും. സാരില്ല, നമുക്കത് കണ്ടു നിൽക്കാം മറ്റുള്ളവരെ പോലെ. എറണാകുളം അങ്കമാലി റോട്ടിൽ കയറാൻ കമ്മീഷണർ വീട്ടിൽ നിന്ന് 3 വഴികളുണ്ട്. ഇതിലേത് വഴിക്ക് വരണമെങ്കിലും ബൈപ്പാസ് ടച്ച് ചെയ്യാൻ പറ്റില്ല. ഇനി ടൗണിൽ പോയിട്ടാണ് വരണമെന്നുണ്ടെങ്കിലും അവിടെ വരണം. ബൈപ്പാസിൽ നിന്ന് മെയിൻ റോഡിലേക്കുള്ള 4 കിലോമീറ്റർ ദൂരം രാത്രിയിൽ വലിയ വാഹന സഞ്ചാരമില്ലാത്ത റോഡാണ്. പൊയ്ക്കോ, നീ എവിടെ വേണമെങ്കിലും പൊയ്ക്കോ. വെറുതെ ഒന്നും പറയില്ലെന്ന് എനിക്കറിയാം. ഞാൻ നിറഞ്ഞ മനസ്സോടെ സമ്മതിക്കുന്നു. താങ്ക്സ് a lot. 13-ാം തീയതി വെള്ളിയാഴ്ച, നാളും തീയതിയും നന്ന്, പ്രത്യേകിച്ച് ഇങ്ങനൊരു കാര്യത്തിന്. ചുവന്ന മണൽ തെക്കൻ കേരളത്തിന്റെ കടൽ തീരമാകെ പരന്നു കിടക്കുന്ന സുലഭമായ ധാതുസമ്പത്ത്. സ്വർണ്ണമണലാണത്, സ്വർണ്ണമണൽ. അന്താരാഷ്ട്ര വിപണിയിൽ ഓരോ മണൽത്തരിക്കും പൊന്നിനേക്കാൾ പ്രിയം, വൈഡൂര്യത്തെക്കാൾ വില. ഇതുപോലൊരു അവസരം ഇനി നമുക്ക് കിട്ടിയെന്ന് വരില്ല. കാര്യമൊക്കെ ശരിയാ, പക്ഷേ ഞാൻ പ്രൈവറ്റ് കോൺട്രാക്ട് കൊടുത്താൽ അപ്പനെ ഇയാള് മനുഷ്യക്കോട്ടയായിട്ട്. പിന്നെ CMA, നമ്മുടെ സൂപ്പർ എക്സ്പ്രസ് ഹൈവേയുടെ കോൺട്രാക്ട് ഞാൻ പറഞ്ഞ അമേരിക്കൻ കമ്പനിക്ക് തന്നെയല്ലേ? ആ, അതിന്റെ പേരിലുള്ള എതിർപ്പുകൾ കുറച്ച് രൂക്ഷമാണ് പരമശിവം. ഈസി ടു ഹാൻഡിൽ. നിങ്ങൾ ആ പദ്ധതി പേരിനൊന്നും തുടങ്ങി വെക്കുക. 6 മാസം കഴിഞ്ഞ് നിങ്ങൾ ഇറങ്ങി ഇവര് കയറുമല്ലോ ഭരണപക്ഷത്ത്. അപ്പോ അവരത് നടപ്പിലാക്കട്ടെ. എതിർപ്പുമായിട്ട് വരുന്നവരോട് നേതാവ് കൈമലർത്തും. അയ്യോ, ഞാനിപ്പോ എന്ത് ചെയ്യാനാ? അതെല്ലാം കഴിഞ്ഞ സർക്കാരിന്റെ പണിയാന്ന്. ശരിയല്ലേ നേതാവേ? ദീപസ്തംഭം മഹാശ്ചര്യം. അതുകൊണ്ട് നമുക്ക് കാര്യത്തിലോട്ട് വരാം. 2 പേരുടെയും വീതം എവിടെയാ ഏർപ്പാട് ചെയ്യണ്ടേ? ഇത്തവണ ദുബായ് വേണ്ട, അമേരിക്കയിലെ മോന്റെ കയ്യിലാവുമ്പോ സോഫ്റ്റ്വെയർ കമ്പനി സേഫാ. അതെ അതെ, ഇവിടെ പിന്നെ കാശായിട്ട് വേണ്ടല്ലോ. മരുമോന്റെ പേരിൽ ഷെയർ ആയിട്ടാവുമ്പോ ഒരീച്ച പോലും അറിയില്ല. അത് മതി. ശരിയാ. എന്താ രാജൻ ഈ അസമയത്ത്? മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒരുമിച്ചോ? ഐ കാൺ ബിലീവ് ഇറ്റ്. എനിവേ, താനിത് വലിയ റിസ്ക്കാ എടുത്തത്. പരമശിവത്തിന് ഇങ്ങനൊരു മുഖമുണ്ടെന്ന് ഞാൻ സ്വപ്നത്തിൽ കൂടി വിചാരിച്ചില്ല. സത്യമാണ് സാർ. ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് സംഗതി കോടതിയിലെത്തിയാൽ ഈ ഒരൊറ്റ തെളിവ് മതി നമ്മുടെ നാട് മുഴുവൻ നേരെയാവാൻ. നമുക്ക് നാളെ ഓഫീസിൽ വെച്ച് ആലോചിച്ചിട്ട് ലൂപ്പ് ഹോൾസ് ഇല്ലാത്തൊരു കേസ് തന്നെ എടുക്കാമല്ലോ. എനിക്കിതിന്റെ 1-2 കോപ്പികൾ എടുക്കണം.
യെസ് യെസ് യു മസ്റ്റ് ബി മോർ കെയർഫുൾ. ഓക്കെ രാജൻ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സർ. ഹലോ ഹലോ, പരമശിവം. സമയം എന്തായി? 11:10. കാർ വന്നു. ഹലോ, കമ്മീഷണർ ഇപ്പൊ പുറപ്പെടും. ഗെറ്റ് റെഡി. അങ്ങേരുടെ കൂടെ? അയ്യോ, അത് ചേച്ചിയാ. ഇനിയിപ്പോ എന്താ ചെയ്യാ? വണ്ടി എടുക്കുക. വിളിക്കേ. ഹലോ ഹലോ, ഇത്തവണ നമുക്ക് ആ കമ്മീഷണറെ വെറുതെ വിടാം. എന്തു പറ്റി? പരമശിവം, ആ കമ്മീഷണർ ചത്തെന്ന് കരുതിയ പിള്ളേർ തിരിച്ചു പോന്നത്. അതുകൊണ്ട് ആ കാസറ്റിന്റെ കാര്യം അവർ ശ്രദ്ധിച്ചില്ല. നമുക്ക് അന്വേഷിക്കാം. രാജൻ മാത്യുവിന്റെ വീടും സംഭവം നടന്ന സ്ഥലവും മറ്റും തെളിവെടുപ്പിനായി ഞാൻ കാണുന്നുണ്ട്. എല്ലാം രഹസ്യമായിരിക്കണം. ആ കാസറ്റിൽ പറഞ്ഞത് നാളെ ജനമറിഞ്ഞാൽ ഞാൻ പറയണ്ടല്ലോ. നീ മണ്ണാകുന്നു, നിന്നിലേക്ക് തന്നെ തിരികെ ചേരുമെന്ന് എന്നെക്കുറിച്ച് കൽപ്പിച്ചിട്ടുള്ളത് സർവനാഥനായ ദൈവം തന്നെ. മരിച്ചവരുടെ പുണർച്ചവന്റെ മൊത്തത്തോടുകൂടി ക്ഷോഭിച്ചുകൊണ്ട് നിന്നെ വിളിച്ചുണർത്തി തന്റെ വലത്തുഭാഗത്ത്
അനിയത്തി അമേരിക്കന്ന്. ഹലോ. ആ മോളെ, ലയിച്ചാനൊന്നുമില്ല. നീ ഇതിങ്ങനെ എപ്പോഴും വിളിക്കൊന്നും വേണ്ട. ഇല്ല, കുഴപ്പമൊന്നുമില്ല. ആ വേണ്ട വേണ്ട, നീ ഓടി പിടിച്ച് വരുമൊന്നും വേണ്ട. ആ മല്ലി വാ. ബുദ്ധിമുട്ടായി അല്ലേ? ഏയ് സാരില്ല. ഇരിക്ക്. ആരാ ഇത് ചെയ്തേന്ന്? അറിയാം, ശരിക്കറിയാം. പരമശിവം. ഞാൻ കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും വലിയ ക്രിമിനൽ. അവനെതിരെ നീങ്ങിയതിന്റെ പ്രതികാരം. എന്റെ സോഫി, എന്റെ കുഞ്ഞ്. മറക്കില്ല ഞാൻ ആ മുഖങ്ങൾ. വിടില്ല ഞാൻ അവരെ. ആകെ ഉണ്ടായിരുന്നൊരു തെളിവ്, അത് നഷ്ടപ്പെട്ടതിൽ എനിക്ക് വിഷമമുള്ളൂ.